കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഭൂമിയാണ്. അവിടെ മധു തന്റെ കാറിലിരുന്ന് ഫോണിൽ ഗെയിം കളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നു. മധു മനുവിനെയും മഞ്ജുവിനെയും ഉപദ്രവിച്ചതിന് ശിക്ഷയായി ബാൽവീർ അവനെ ഒരു തേനീച്ചയായി മാറ്റി അടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് മധു കാണുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു. അവന്റെ കൂട്ടുകാർ ഇത് കണ്ട് അവനെ കളിയാക്കുന്നു. അവനോട് ബാൽവീർ അവനെ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ അവൻ മഞ്ജുവിന്റെയും മനുവിന്റെയും അതുപോലെ തന്നെ ബാൽവീറിന്റെയും സുഹൃത്തായി മാറണമെന്ന് പറയുന്നു. പിന്നീട് മനുവിന്റെയും മഞ്ജുവിന്റെയും വീട് കാണിക്കുന്നു. അവിടെ മഞ്ജു ഒരു ഇങ്കുപേനയിലേക്ക് മഷി ഒഴിക്കുകയായിരുന്നു. എന്നാൽ അത് അറിയാതെ അവിടെ ഇരുന്നൊരു രജിസ്റ്ററിലേക്ക് വീഴുന്നു. അതവരുടെ മുത്തശ്ശന്റെ രജിസ്റ്റർ ആയിരുന്നു. അതിൽ മഷി വീണതറിഞ്ഞാൽ മുത്തശ്ശൻ തീർച്ചയായും അവളെ വഴക്കു പറയും. അതുകൊണ്ട് അവൾ ബാൽവീറിനെ സഹായത്തിനായി വിളിക്കുന്നു. ബാൽവീർ അവളോട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി എപ്പോഴും തന്നെ വിളിക്കരുതെന്നും ഇപ്രാവശ്യത്തേക്ക് മാത്രം താനിത് ചെയ്യാമെന്നും പറയുന്നു. അവൻ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ വീണ മഷി ഇല്ലാതെയാക്കുന്നു. ബാൽവീർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ ഞാൻ ഇനിയും എന്റെ എല്ലാ ജോലികളും ചെയ്യാൻ ബാൽവീറിനെ വിളിക്കുമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവർ രണ്ടുപേരും ടിവിയിലെ പരിപാടി കണ്ടിരുന്ന് ചിരിക്കുന്നതാണ്. അപ്പോഴങ്ങോട്ടേക്ക് മധുവും അവന്റെ കൂട്ടുകാരായ രോഹിത്തും കെവിനും വരുന്നു. മനുവും മഞ്ജുവും മധുവിനെ കാണുമ്പോൾ ഒന്ന് ഭയപ്പെടുന്നു. എന്നാൽ മധു അവരോട് സുഹൃത്തുക്കളെ പോലെയാണ് സംസാരിക്കുന്നത്. അവൻ അവരെ തന്റെ ബോസായാണ് കാണുന്നതെന്ന് അവരോട് പറയുന്നു. അവനോട് വന്ന് ഇരിക്കാൻ പറയുന്നു. എന്നാൽ അവനും കൂട്ടുകാരും ആദ്യം നിലത്തിരിക്കുകയാണ്. പിന്നീട് മനുവും മഞ്ജുവും മുകളിൽ കയറിയിരിക്കാൻ പറയുന്നു. മധു അവരെ തന്റെ സുഹൃത്തുക്കളാക്കാനായി അവന്റെ മൊബൈൽ ഫോണും അതിലുള്ള ഗെയിംസും അവരെ കാണിക്കുന്നു. അവർക്കതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. മധു അവരോട് ആ ഫോൺ നിങ്ങൾ തന്നെ എടുത്തോളാൻ പറയുന്നു. അവർക്കത് സന്തോഷമായെങ്കിലും അവ വേണ്ടെന്ന് പറയുന്നു. അവരുടെ അച്ഛൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് അവർ മധുവിനോട് പറയുന്നു. മധു അവരെ നിർബന്ധിപ്പിച്ചെങ്കിലും അവർ വേണ്ടെന്ന് പറയുന്നു. പിന്നീട് ദുഷ്ടലോകം കാണിക്കുന്നു. അവിടെ ദുഷ്ടദേവത ബാൽവീറിനെ കുട്ടികളിലൂടെ എങ്ങനെ ദുഷ്ടലോകത്തേക്ക് എത്തിക്കാമെന്ന് ആലോചിക്കുന്നു. അവർ കുട്ടുമാനോട് കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു. കുട്ടുമാൻ ആലോചിച്ചു നോക്കിയിട്ട് കുട്ടികൾക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ മൊബൈലും വളരെയധികം ഇഷ്ടമാണെന്ന് പറയുന്നു. അതു കേട്ടപ്പോൾ ദുഷ്ടദേവതയ്ക്കൊരാശയം മനസ്സിൽ തോന്നുന്നു. മൊബൈലിലൂടെ കുട്ടികളെ ദുഷ്ടലോകത്തേക്ക് എത്തിക്കും. അവരെ രക്ഷിക്കാനായി ബാൽവീറും ദുഷ്ടലോകത്തേക്ക് എത്തും.